കഴിഞ്ഞ ദിവസം അഹമ്മദാബാദ് വിമാന അപകടത്തിൽ ഏകദേശം 279 ആളുകൾ മരിച്ചു എന്ന അനൗദ്യോഗിക കണക്ക്. കാരണം ഇപ്പോഴും 50ഓളം ആൾക്കാരെ കണ്ടെത്താനായിട്ടില്ല എന്ന് പറഞ്ഞ പല ആളുകളും പരാതിയായിട്ട് വന്നിട്ടുണ്ട്. അവിടെ ഹോസ്റ്റലിൽ എത്ര പേര് ആ സമയത്ത് ഉണ്ടായിരുന്നു എന്നതിനെക്കുറിച്ചൊന്നും കൃത്യമായ കണക്കുകളൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ മരണസംഖ്യ എത്രയാണ് എന്നതിൻ്റെ ഔദ്യോഗിക വിവരം നമുക്ക് ലഭിച്ചിട്ടില്ല. അത് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഈ വിമാനത്തിന് എന്താണ് സംഭവിച്ചത് എന്നതറിയുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം വിമാനം അവിടെ നിന്ന് പൊങ്ങി ഏകദേശം ഒരു 2 കിലോമീറ്റർ കണ്ടേ പോയിട്ടില്ല, 600 അടി ഉയരത്തിൽ മാത്രം പോയ സമയത്ത് ഇത്രയും വലിയൊരു അപകടം. അപ്പോൾ അത് വിമാനത്തിൻ്റെ തകരാറാണ് എന്നും പൈലറ്റിൻ്റെ പ്രശ്നമാണെന്നും പല രീതിയിലുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. പക്ഷേ ഇതിൽ ഔദ്യോഗികമായിട്ട് എന്താണ് സംഭവിച്ചത്? ബ്ലാക്ക് ബോക്സ് കിട്ടിയിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ വിവരങ്ങൾ പൂർണ്ണമായിട്ടും പുറത്തു വന്നിട്ടില്ല. പരിശോധനകൾ നടക്കുന്നുള്ളൂ. ഈ ലോകത്ത് ഏറ്റവും വലിയ വിമാന നിർമ്മാണ കമ്പനിയാണ് ബോയിങ് എന്ന് പറയുന്നത്. അവരുടെ വിമാനമാണ് ഇപ്പോൾ തകർന്നു വീണത്. അത് വലിയ പ്രതിസന്ധി ആ കമ്പനിക്ക് ഉണ്ടാക്കിയെന്നത് മാത്രമല്ല, നിലവിൽ ബോയിങ് നിർമ്മിച്ചിട്ടുള്ള പല വിമാനങ്ങളും പല രാഷ്ട്രങ്ങൾക്ക് വേണ്ടി പറക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സുരക്ഷിതത്വം എത്രത്തോളം ഉണ്ട് എന്നതിനെക്കുറിച്ചൊക്കെ വലിയ ആശങ്ക നിലനിൽക്കുന്ന സമയത്ത് ഈ വിമാനത്തിന് എന്തായിരിക്കും സംഭവിച്ചത് എന്നത് കൃത്യമായിട്ട് കണ്ടെത്തേണ്ടത് ആ നിർമ്മാണ കമ്പനിയുടെ ബാധ്യതയാണ്, ബോയിങ് എന്ന് പറയുന്ന നിർമ്മാണ കമ്പനി. അപ്പം സ്വാഭാവികമായിട്ടും അവരിപ്പോൾ ഇന്ത്യയിലേക്ക് വന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അവർ വന്ന് ഈ വിമാനത്തിന് എന്താണ് സംഭവിച്ചത് എന്ന പരിശോധന നടത്താം. ഏത് രീതിയിലായിരിക്കും ഇനി അവരുടെ ഈ പരിശോധനകളും കാര്യങ്ങളും മുന്നോട്ട് പോവുക എന്നാണ് തോന്നുന്നത്? അതായത് ബോയിങ് അധികൃതർ പ്രധാനമായും നോക്കുന്നത് ഈ വിമാനത്തിന് ഏതെങ്കിലും സാങ്കേതിക തകരാറുണ്ടോ എന്നുള്ളതാണ്. അത് ഇവരുടെ ബോയിങ്ങിൻ്റെ തന്നെ പിഴവ് കൊണ്ടാണോ എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളതും അത് പരിഹരിക്കുക എന്നുള്ളതാണ് ബോയിങ്ങിൻ്റെ ഉദ്ദേശ ലക്ഷ്യം. കാരണം ബോയിങ്ങിൻ്റെ നിർമ്മാണത്തിനെക്കുറിച്ച് നേരത്തെ തന്നെ അവിടുത്തെ തന്നെ മുൻ ജീവനക്കാർ വലിയ വെളിപ്പെടുത്തലുകൾ നടത്തുകയും അത് സംബന്ധിച്ചുള്ള വലിയ വിവാദങ്ങളും ഉണ്ടായിട്ടുണ്ട്. 2 3 മുൻ എഞ്ചിനീയർമാർ ഇത്തരം വലിയ രീതിയിലുള്ള നിർമ്മാണ അപാകതകൾ ചൂണ്ടിക്കാണിക്കുകയും സുരക്ഷയേക്കാൾ ബോയിങ് അധികൃതർ പ്രാധാന്യം കൊടുക്കുന്നത് ലാഭത്തിനാണ് എന്ന തരത്തിൽ ഗുരുതര ആരോപണം വരെ ഉന്നയിക്കുന്നൊരു സാഹചര്യമുണ്ടായി. പക്ഷേ ഈ ആരോപണങ്ങളെല്ലാം ഉന്നയിച്ചതല്ലാണ്ട് അത് കൃത്യമായി അത് തെളിയിക്കാൻ ഇവരെ കൊണ്ട് സാധിച്ചില്ല. കാര്യം ബോയിങ് അധികൃതർ പറയുന്നത് മുഖവിലക്കെടുത്ത്, ഇപ്പോൾ അമേരിക്കയിലാണല്ലോ ഇന്ന് നിർമ്മാണ കമ്പനി, അപ്പോൾ അമേരിക്കൻ അധികൃതർ ബോയിങ് പറയുന്നത് മുഖവിലക്കെടുത്ത് ഈ ആരോപണങ്ങളൊക്കെ ആകെ തള്ളിക്കളയുന്നൊരു സാഹചര്യമായിരുന്നു. പക്ഷേ ഈ അപകടങ്ങൾ ആവർത്തിക്കുമ്പോൾ ഈ ആരോപണങ്ങൾ കുറേ കൂടി ബലപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. നിലവിൽ ബോയിങ്ങിൻ്റെ അവകാശവാദം അവരുടെ ഓരോ വിമാനങ്ങളും 1.5 ലക്ഷത്തോളം സുരക്ഷാ പരിശോധനകൾക്കും വിവിധങ്ങളായ സുരക്ഷാ ഓഡിറ്റുകൾക്കും വിധേയമാകുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആശങ്കകൾക്കൊന്നും അടിസ്ഥാനമില്ല എന്നുള്ളതാണ് അവരുടെ വാദം. ഏതായാലും ഇപ്പോൾ ഇന്ത്യയിൽ തകർന്ന ഈ വിമാനത്തിന് അത്തരത്തിൽ എന്തെങ്കിലും സുരക്ഷാ പിഴവുകൾ ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് പരിശോധിക്കുന്നതിനാണ് ബോയിങ് അധികൃതർ എത്തിയിട്ടുള്ളത്. അവർ ഈ വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങളും എല്ലാം പരിശോധിക്കും. അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ റിക്കവർ ചെയ്തിട്ടുള്ള ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറും വോയിസ് റെക്കോർഡറും അതേപോലെ തന്നെ ബ്ലാക്ക് ബോക്സും അടക്കമുള്ള വിവരങ്ങൾ ഈ പറയുന്ന ബോയിങ് അധികൃതർ പരിശോധിച്ച് അതിൽ നിന്ന് അവർക്ക് കിട്ടുന്ന വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. ഏതായാലും ആ പരിശോധനകൾ പോകുന്നു. ഏതായാലും ഈ വിമാനത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. കാര്യം ഇതിൻ്റെ കാലപ്പഴക്കം. ഇത് ഈ അപകടത്തിൽപ്പെട്ട വിമാനം എയർ ഇന്ത്യയുടെ 7878 ഡ്രീം ലൈനർ എന്ന് പറയുന്ന വിമാനമാണ്. ഇതിൻ്റെ ഒരു കാലപ്പഴക്കമാണ് ആദ്യം ആളുകൾ പരിശോധിച്ചത്. എന്നാൽ അത്ര വലിയ പഴക്കമുള്ളൊരു വിമാനമല്ല ഇത്. 11.5 വർഷമാണ് ഇതിൻ്റെ ആകെ പ്രായം കണക്കാക്കുന്നത്. 2014 ജനുവരി 28-നാണ് ഇത് എയർ ഇന്ത്യയുടെ ഭാഗമായത്. അതുമാത്രമല്ല, ഏതാണ്ട് 8,000 മണിക്കൂറുകളോളം 41,000 മണിക്കൂറുകളോളം പറന്നിട്ടുള്ള ഒരു വിമാനമാണ്. ഏതാണ്ട് 8,000 ടേക്ക് ഓഫുകളും 8,000 ലാൻഡിങ്ങുകളും അതേപോലെ നടത്തിയിട്ടുണ്ട് ഈ വിമാനം. കഴിഞ്ഞ 12 മാസം, കഴിഞ്ഞ 1 വർഷ കാലയളവിൽ മാത്രം ഏതാണ്ട് 700ഓളം വലിയ യാത്രകൾ നടത്തിയിട്ടുള്ളൊരു വിമാനമാണ്. അപ്പോഴൊന്നും നമ്മൾ ഈ ഒരു വിമാനത്തിൻ്റെ ഒരു സുരക്ഷാ പാളിച്ച അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുള്ള വിമാനമായിട്ട് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ ഈ അപകടത്തിൻ്റെ വ്യാപ്തി ഇത്ര വലുതാകാൻ കാരണം ഇത് ലണ്ടനിലേക്ക് പറന്ന ഒരു വിമാനമാണ്. ഏതാണ്ട് 1 ടണ്ണോളം ഇന്ധനം ഈ വിമാനത്തിൽ നിറച്ചിട്ടുണ്ട്. അതുകൊണ്ട് താഴെ വീണ ഉടനെ വലിയൊരു തീഗോളമായി ഈ വിമാനം മാറിയതാണ് ഇത്ര വലിയ ഒരു അപകടത്തിലേക്ക് പോയത്. അല്ലെങ്കിൽ മാത്രമല്ല ഹോസ്റ്റലിൻ്റെ അതായത് ഇത് തകർന്നു വീണത് ഒരു MBBS വിദ്യാർത്ഥികളുടെ ഹോസ്റ്റലും അവരുടെ മെസ്സിൻ്റെയും മുകളിലേക്കാണ് വീണത്. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തുള്ള ഏതാണ്ട് 60ഓളം പേർ ഈ അപകടത്തിൽ പെടുകയും 29ഓളം പേർ മരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയും കുറേ പേരെ കണ്ടെത്താനുണ്ട് എന്ന തരത്തിൽ തെരച്ചിൽ നടക്കുന്നു. DNA സാമ്പിളുകൾ എല്ലാം പരിശോധന പൂർത്തിയായാൽ മാത്രമേ കൃത്യമായ മരണസംഖ്യ അറിയാൻ സാധിക്കും. ഏതാണ്ട് 279 മരണങ്ങൾ ഇതുവരെ സ്ഥിരീകരിച്ചതായിട്ടാണ് റിപ്പോർട്ട്. ഇനി ഈ വിമാനം
ഏതാണ്ട് ഇതിൻ്റെ കാലപ്പഴക്കവും മറ്റു കാര്യങ്ങളും ചെയ്യപ്പെടുമ്പോൾ തന്നെ ഇതിൻ്റെ സാങ്കേതിക തകരാറിനെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയരുന്നു. അപ്പോൾ ഇപ്പോൾ നിലവിൽ എയർ ഇന്ത്യയുടെ കയ്യിൽ ഏതാണ്ട് മൊത്തം 1148 ഡ്രീം ലൈനർ വിമാനങ്ങളാണ് ബോയിങ് ഇതുവരെ ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിന് ഒരുപാട് പ്രത്യേകതകൾ ഉള്ള ഒരു സീരീസാണ്. കാര്യം മറ്റ് വിമാനങ്ങളെ അപേക്ഷിച്ച് കുറച്ചുകൂടി വീതിയുള്ള ഒരു ശരീരമാണ് ഇതിനുള്ളത്. അതുമാത്രമല്ല, മറ്റ് വിമാനങ്ങളെ അപേക്ഷിച്ച് 20% ഇന്ധന ക്ഷമതയുള്ള വിമാനം, മറ്റു വിമാനങ്ങളെ അപേക്ഷിച്ച് കുറച്ചുകൂടി വെയിറ്റ് കുറവുള്ള വിമാനം, അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു വിമാന ശ്രേണിയാണ് ഈ ഡ്രീം ലൈനർ എന്ന് പറയുന്നത്. അതിന് നേരത്തെ പറഞ്ഞ പോലെ 1148 എണ്ണം ബോയിങ് ഇതുവരെ ഇറക്കിയതിൽ എയർ ഇന്ത്യയുടെ കൈവശം 34 എണ്ണമാണുള്ളത്. അതിൽ 7 എണ്ണം പുതിയതാണ്. ബാക്കിയെല്ലാം ഈ താരതമ്യേന ഇപ്പോൾ അപകടത്തിൽപ്പെട്ടത് 11 വർഷമാണെങ്കിൽ ഏതാണ്ട് സമാനമായ കാലപ്പഴക്കം ഈ പറയുന്ന മറ്റ് 27 എണ്ണത്തിനുണ്ട്. ബാക്കിയുള്ള 4 എണ്ണം ഇപ്പോൾ ടാറ്റയാണല്ലോ ഇപ്പോൾ എയർ ഇന്ത്യ ഏറ്റെടുത്താണ്. അങ്ങനെ വിസ്താര എയർലൈൻസുമായിട്ട് ടൈപ്പ് ആയപ്പോഴാണ് 7 പുതിയ ഡ്രീം ലൈനർ കൂടി എയർ ഇന്ത്യയുടെ ഭാഗമായത്. മറ്റു ഒരു ഏജൻസിയായ ഇൻഡിഗോയുടെ കയ്യിലും 6 ഡ്രീം ലൈനർ വിമാനങ്ങളുണ്ട്. അപ്പോൾ ഇത്തരം വിമാനങ്ങൾക്ക് എന്തെങ്കിലും സുരക്ഷാ പാളിച്ചകൾ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ട കാര്യമാണ്. അത് പരിശോധിക്കണം. ഇതുകൂടാതെ ഈ വിമാനത്തിന് ഇപ്പോൾ അപകടത്തിൽപ്പെട്ട വിമാനത്തിന് നേരത്തെ ഏതെങ്കിലും തരത്തിൽ ഇതേപോലെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ഇതുവരെ അങ്ങനെ ഒരു ട്രാക്ക് റെക്കോർഡില്ല. 2023 ജൂണിലാണ് ഇതിൻ്റെ മെയിൻ്റനൻസ് ചെക്ക് ലിസ്റ്റ് പൂർത്തിയാക്കിയത്. അതായത് 2 വർഷം മുമ്പാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള പരിശോധന മറ്റു കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കി. എല്ലാ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ്. ഇനി അടുത്ത പരിശോധന വരുന്ന ഡിസംബറിലാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനിടയിൽ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് ഇനി ബോയിങ്ങിൻ്റെ പരിശോധനയിൽ മാത്രമേ നമുക്ക് വ്യക്തമാകത്തുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഈ 2013 ഈ പറയുന്ന ഡ്രീം ലൈനർ വിമാനങ്ങൾ, അതായത് എയർ ഇന്ത്യയുടെ കൈവശം അപ്പോഴുള്ള 27 ഡ്രീം ലൈനറുകൾക്ക് ഒരു സാങ്കേതിക പിഴവ് കണ്ടെത്തിയിരുന്നു. അതായത് അതിൻ്റെ ബാറ്ററിക്ക് എന്തോ ഒരു പ്രോബ്ലം. അങ്ങനെ 6 ഡ്രീം ലൈനർ വിമാനങ്ങൾ എയർ ഇന്ത്യ അധികൃതർ പറക്കുന്നത് നിർത്തിവെച്ചിരുന്നു. അതിനുശേഷം ബോയിങ് അധികൃതർ വന്ന് ഇതിൻ്റെ പ്രശ്നം പരിഹരിച്ചതിന് ശേഷമാണ് അവരുടെ സർവീസ് പുനരാരംഭിച്ചത്. അപ്പോൾ ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഈ പറയുന്ന അപകടത്തിൽപ്പെട്ട വിമാനത്തിനുണ്ടോ എന്നുള്ളത് ഇതുവരെ നമുക്ക് അതിനെ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകളില്ല. അത് ഈ ബോയിങ്ങിൻ്റെ വിശദമായ പരിശോധനയ്ക്ക് വരുള്ളൂ. ഈ ബോയിങ്ങിന് ഇതേപോലെ സാങ്കേതിക തകരാർ മൂലം അപകടങ്ങൾ ഉണ്ടായ ചരിത്രം മുൻപുണ്ട്. ബോയിങ്ങിൻ്റെ തന്നെ 787 മാക്സ് എന്ന് പറയുന്ന സീരീസിൽപ്പെട്ട വിമാനം തുടർച്ചയായി 5 മാസത്തിൻ്റെ ഇടവേളയിൽ തുടർച്ചയായി 2 അപകടങ്ങൾ ഉണ്ടാവുകയും ഏതാണ്ട് 346 പേർ മരിക്കുകയും ചെയ്തൊരു സാഹചര്യം മുൻപുണ്ട്. അതായത് ഒന്ന് ലയൺ എയർലൈൻസിൻ്റെ ഒരു വിമാനമാണ്, ഒന്ന് എത്യോപ്യൻ എയർലൈൻസിൻ്റെ വിമാനമാണ്. അന്ന് ഇത് സമാനമായ രീതിയിൽ ബോയിങ് ഈ മാക്സ് ശ്രേണിയിൽപ്പെട്ട അവരുടെ വിമാനങ്ങളെല്ലാം സർവീസുകൾ തൽക്കാലത്തേക്ക് നിർത്തിവെക്കണമെന്ന് പറഞ്ഞിട്ട് ഏതാണ്ട് 5 മാസ കാലയളവ് എല്ലാ വിമാന കമ്പനികളുടെ ആ ശ്രേണിയിൽപ്പെട്ട വിമാനങ്ങളെല്ലാം സർവീസുകൾ നിർത്തിവെച്ച് ഈ പരിശോധനയുടെ ഭാഗമായിരുന്നു. അങ്ങനെ AMCA എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടർ നിയന്ത്രിത സംവിധാനമുണ്ട്. അതായത് വിമാനങ്ങൾ അതിൻ്റെ പറക്കലിൻ്റെ സമയത്ത് അതിൻ്റെ തുലനാവസ്ഥ നഷ്ടപ്പെടുകയാണെങ്കിൽ കമ്പ്യൂട്ടർ നിയന്ത്രിതമായി അതിൻ്റെ ഈ മുന്നോട്ടുള്ള മൂക്ക് എന്ന് പറയുന്ന ഭാഗമുണ്ടല്ലോ, മുൻഭാഗം, അത് മുകളിലേക്ക് ഉയർത്തുന്ന ഒരു സംവിധാനമാണ് AMCA. അപ്പോൾ അതിലുണ്ടായ ഒരു പിഴവാണ് അന്നത്തെ അപകടങ്ങൾക്ക് കാരണമെന്ന് ബോയിങ് കണ്ടെത്തിയിരുന്നത്. അത് പിന്നീട് പരിഹരിച്ചതിന് ശേഷമാണ് വീണ്ടും സർവീസുകൾ ആരംഭിച്ചത്. സമാനമായ രീതിയിൽ ഇപ്പോൾ അപകടത്തിൽപ്പെട്ട വിമാനത്തിന് ഏതെങ്കിലും സാങ്കേതിക തകരാർ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. കാരണം വിമാനത്തിൻ്റെ ത്രസ്റ്റും ലിഫ്റ്റും നഷ്ടപ്പെട്ടതുമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. ത്രസ്റ്റ് എന്ന് പറഞ്ഞാൽ വിമാനത്തിന് മുൻപോട്ട് ചലിക്കാനായിട്ടുള്ള ശക്തി, ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഉയരാനായിട്ടുള്ള കാര്യം. ഇത് രണ്ടും ഒരേപോലെ നഷ്ടമാകണമെങ്കിൽ വിമാനത്തിൻ്റെ 2 എഞ്ചിനുകളും ഒരേ സമയം പ്രവർത്തനരഹിതമാകുന്ന അപൂർവങ്ങളായ സാഹചര്യം ഉണ്ടാകണം. സാധാരണഗതിയിൽ ഒരു വിമാനത്തിൻ്റെ എഞ്ചിൻ തകരാറിലാകുമെന്ന് പറയുക ഏതെങ്കിലും ഒരു എഞ്ചിനാണ് കേടുപാട് സംഭവിച്ച് നിശ്ചലമാകുന്നത്. മറ്റൊരു എഞ്ചിനുള്ളത് പൈലറ്റിന് അത് നിയന്ത്രിച്ച് വിമാനത്തെ സുരക്ഷിതമായി ഒരു പരിധിവരെ ഇറക്കാൻ സാധിച്ചേക്കും. പക്ഷേ ഈ അപകടത്തിൽ 2 എഞ്ചിനുകളും ഒരേ സമയം തകരാറിലായ അപൂർവമായ സാഹചര്യമുണ്ട്. ആ ഒരു സംഗതി എങ്ങനെ ഉണ്ടായി? ഏതെങ്കിലും സാങ്കേതിക പിഴവാണോ, ഏതെങ്കിലും ഇലക്ട്രിക്കൽ സർക്യൂട്ടിൻ്റെ പ്രശ്നമാണോ തുടങ്ങിയതെല്ലാം ഈ ബോയിങ് അധികൃതർ ഇവിടെ നടത്തുന്ന പരിശോധനയിൽ അവർ നിർമ്മാതാക്കളായതുകൊണ്ട് അവർക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പമാകും. ഏതായാലും നമ്മൾ സ്വതന്ത്രമായി നമ്മുടെ രീതിയിലുള്ളൊരു അന്വേഷണം നടക്കുന്നുണ്ട്. ബ്ലാക്ക് ബോക്സ് അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബോയിങ് അധികൃതർ നടത്തുന്ന അവരുടെ പരിശോധനയിൽ അവരുടെ ഒരു നിഗമനവും വിലപ്പെട്ടതായിരിക്കും.